എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഹിന, ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്പീച്ച് പെത്തോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത്. പല പേരൻസും ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ ചെയ്യുന്നതിൽ വളരെയധികം താമസം കാണിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഒരു കുഞ്ഞിന്റെ ഒരു സംസാരത്തിന് ഒരു താമസം ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിൽ വളരെയധികം ലേറ്റ് ആയിട്ട് കാണുന്നു. മുൻപത്തേനെ അപേക്ഷിച്ച് പേരൻസിന്റെ ഇടയിലുള്ള ഒരു അവയർനെസ് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിലൊക്കെ ഇപ്പോഴും പുറകോട്ടാണ് പല പേരൻസും നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഇപ്പൊ നമ്മളുടെ അടുത്തേക്ക് ഒരു കുഞ്ഞിനെ ഒരു സംസാരത്തിന് താമസം, ഒരു സ്പീച്ച് ഡിലേ ആയിട്ട് ഒരു കുഞ്ഞിനെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് പലരും ഇപ്പൊ ഒരു 2 വയസ്സും 3 വയസ്സായപ്പോഴത്തേക്ക് ഒരു താമസം ഉണ്ടായിരുന്നെങ്കിലും അത് നമ്മളിലേക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് വരുമ്പോൾ ഒരു 5 വയസ്സ് കഴിഞ്ഞിരിക്കും. പല പേരൻസിനും പബ്ലിക്കിനും ഒരു കുഞ്ഞിന് ഒരു സംസാരത്തിന് താമസം, ഒരു സ്പീച്ച് ഡിലേ ഉള്ള ഒരു കുഞ്ഞിനെ കണ്ടാൽ എന്താണ് അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും ഇപ്പോഴും അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിൽ പേരൻസിനെ പുറകോട്ട് നിർത്തുന്നത്, ആ കാരണങ്ങൾ എന്തൊക്കെ നമുക്ക് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ടുള്ള ഒരു മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ്. പല പേരൻസും കുറെ അധികം സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനായിട്ട് വരുന്നത്. കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ട്, അല്ലെങ്കിൽ സംസാരത്തിന് താമസമുണ്ട്, പ്രായത്തിനൊത്ത് സംസാരിക്കുന്നില്ല എന്നൊക്കെ തോന്നിയാൽ നമ്മൾ സാധാരണ എല്ലാ പേരൻസും വീട്ടിൽ മുതിർന്ന ആളുകളോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ആരെങ്കിലും പരിചയത്തിലുള്ള ആരോടെങ്കിലും ഒക്കെ ഇത് ഡിസ്കസ് ചെയ്യും. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സാരമില്ല, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് ബെറ്റർ ആയിക്കോളും, കുഞ്ഞിന്റെ ഫാദറിനും ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ മക്കൾക്ക് ഇങ്ങനെയായിരുന്നു, ഒരു കുറച്ച് കഴിയുമ്പോൾ തനിയെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ആശ്വാസത്തിന് പറയുമെങ്കിലും പക്ഷെ ചിലപ്പം ഈ കുഞ്ഞിന് എക്സ്ട്രാ ഹെൽപ്പ് വേണ്ട ഒരു കുഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ഉണ്ടെങ്കിലായിരിക്കാം ചിലപ്പോൾ കുഞ്ഞ് സംസാരിക്കാൻ ബെറ്റർ ആയിട്ട് വരിക. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിദ്യാധാരണയിൽ ആരും വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനായിട്ട് മുന്നോട്ട് വരേണ്ടതാണ്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും കൺസൾട്ട് ചെയ്യുക. നമ്മൾ എത്രത്തോളം നേരത്തെ ഒരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്താൽ അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഇപ്പം സംസാരത്തിന് താമസം ഉള്ളത്, നമ്മൾ ലേറ്റ് ആയിട്ട് പോയാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അക്കാഡമിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായേക്കാം. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് നേരത്തെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ട് കുഞ്ഞിനെ നല്ലൊരു പ്രോഗ്നോസിസ് കുഞ്ഞിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഒരു 3 വയസ്സ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് വളരെയധികം നല്ല രീതിയിൽ നടക്കുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവരുടെ ന്യൂറൽ സർക്യൂട്ട്സ് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമ്മളൊരു ബുദ്ധിമുട്ട് കണ്ടുപിടിച്ച് അതിന് വേണ്ട തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ അവരുടെ ഔട്ട്കം എന്ന് പറയുന്നത് വളരെയധികം ബെറ്റർ ആയിരിക്കും. ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാതെ എത്രയും വേഗം തന്നെ എന്തെങ്കിലും സംസാരത്തിനോ എന്തെങ്കിലും താമസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു സ്പീച്ച് പെത്തോളജിസ്റ്റിനെ കണ്ടാൽ അവർ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിനെ പറ്റി ഒരു ഗൈഡൻസ് നൽകാൻ പറ്റും. രണ്ടാമതായിട്ടുള്ള ഒരു മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അവർ തനിയെ സംസാരിച്ചുകൊള്ളും, അവർ തനിയെ ക്യാച്ചപ്പ് ചെയ്ത് കൊള്ളും ഉള്ളൊരു ധാരണ. പല പേരൻസും ഈ ഒരു ചിന്തയിൽ കുറെ അധികം ലേറ്റ് ആകും. കുട്ടികൾ അവർ തനിയെ സംസാരിച്ചു കൊള്ളും, അല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് വേണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരോടും ഇപ്പൊ സംസാരിക്കും. പബ്ലിക്കിൽ നമ്മൾ ചുറ്റിനുള്ള ആളുകൾ, ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പൊതുവെ പെട്ടെന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെയാണ്, കുഞ്ഞ് 3 വയസ്സ് വരെ എന്റെ ഒരു കുഞ്ഞ് സംസാരിച്ചില്ല, പക്ഷെ ആ 4 വയസ്സായപ്പോ ഇപ്പൊ സംസാരമേ നിർത്തുന്നില്ല, 5 വയസ്സായപ്പോഴത്തേക്ക് നല്ല രീതിയിൽ സംസാരിച്ചു വന്നു എന്നൊക്കെയുള്ളൊരു ആശ്വാസത്തിന് പലരും പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു ആശ്വാസത്തിന് ഒരാളെടുത്ത് ഒരു പാരന്റിന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവര് ഇത് ഓർത്ത് വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, കുഴപ്പമില്ല, അത് വെച്ച് കമ്പയർ ചെയ്ത് അവർ വെയിറ്റ് ചെയ്യും. സോ ദയവ് ചെയ്ത് അങ്ങനെ നിങ്ങളുടെ പരിചയത്തിലുള്ളവരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടോ ഒന്നും ഇങ്ങനത്തെ ഒരു സജഷൻ പറയാതെ ആയിട്ട് ഇരിക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി കുഞ്ഞിന്റെ ഒരു ക്രിട്ടിക്കൽ ടൈം, അല്ലെങ്കിൽ നമുക്കൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കും കുഞ്ഞിന് നഷ്ടമാകുന്നത്. സോ ദയവ് ചെയ്ത് ആ ഒരു ധാരണയിൽ ഇരിക്കാതെ ഇരിക്കുക. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം, ആൺകുട്ടികള് പെൺകുട്ടികളെക്കാട്ടിലും കുറച്ച് പുറകിലാണ് അവർ ഡെവലപ്പ് ചെയ്യുക, അവർ പതുക്കെ വരുള്ളൂ എന്നുള്ളത്.
പല സ്റ്റഡീസും ഇങ്ങനത്തെ ഒരു ഇത് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ അതിലൊരു പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാസങ്ങളുടെ വ്യത്യാസമായിരിക്കും അവരുടെ ഡെവലപ്മെന്റിൽ ഉണ്ടാവുക. ചിലപ്പോൾ പെൺകുട്ടികൾ ഒരു സ്റ്റെപ്പ് മുന്നിലായിരിക്കും, കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടായിരിക്കും ആൺകുട്ടികൾ ഡെവലപ്മെന്റ് കുറച്ചുകൂടെ ക്യാച്ചപ്പ് ചെയ്ത് വരിക. പക്ഷെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റൽ ഒരു ഡിലേ, ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അവിടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനത്തെ ഒരു കാരണം ചിന്തിച്ച് നിങ്ങൾ ഒരു ഡിലേ ഉള്ളൊരു കുഞ്ഞിന്, സംസാരത്തിനോ അല്ലെ എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റിൽ ഒരു ഡിലേ ഉള്ള കുഞ്ഞിന് ആ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിൽ താമസം കാണിക്കരുത്. നാലാമതായിട്ടുള്ളൊരു മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ TV കാണിച്ചാൽ കുഞ്ഞുങ്ങളുടെ സംസാരം മെച്ചപ്പെട്ടുകൊള്ളും, അല്ലെങ്കിൽ അവർക്കൊരു സ്പീച്ച് തെറപ്പിയുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് പല പാരന്റ്സും വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം കുഞ്ഞുങ്ങളുടെ ഇപ്പം സംസാരത്തിന് താമസം ഉണ്ടാകുമ്പോൾ കുട്ടികളെ പൊതുവെ പാരന്റ്സ് വിചാരിക്കും ഓക്കെ TVയുടെ മുന്നിൽ ഇരുന്നാൽ അവർ കുറച്ചുകൂടെ അതിനകത്തുനിന്ന് വാക്കുകൾ കുറച്ചും കൂടെ ഒക്കെ പഠിച്ചോളും, കുറെ കാര്യങ്ങൾ കേൾക്കുകയല്ലേ, അതിൽ നിന്ന് കുറെ കൂടെ ഒക്കെ പഠിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പാരന്റ്സ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇപ്പൊ നമ്മൾ അറിയാം, നമുക്ക് ഇപ്പൊ പലരും ന്യൂക്ലിയർ ഫാമിലിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ കാരണം ലോക്ക്ഡൌണും എല്ലാവരും വീട്ടിൽ തന്നെയാണ്. കുട്ടികൾക്ക് ഒരു സോഷ്യൽ ഇന്ററാക്ഷനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് തരക്കാരുമായിട്ട് കളിക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് തന്നെ കൂടുതലും ഈ TVനെ കൂടുതൽ ആശ്രയിച്ച് പാരന്റ്സ് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളരെയധികം സമയം വളരെയധികം നേരത്തേക്ക് TVയുടെ മുന്നിൽ ഇരുത്തുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങള് അവരുടെ ഒരു ഡെവലപ്മെന്റിനും അതായത് സംസാരത്തിനൊക്കെ കുഞ്ഞുങ്ങളത് പുറകോട്ട് വരാനാണ് അത് പ്രേരിപ്പിക്കുക. അതുപോലെ തന്നെ ഇപ്പം അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് വരെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒട്ടും TV ടൈം പാടില്ല. അതുപോലെ തന്നെ 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം 1 മണിക്കൂർ കൂടുതൽ നമ്മൾ TV ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. TVയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പം പാട്ടുകളും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോഷ്യലായിട്ട് കുഞ്ഞുങ്ങൾ ഇന്ററാക്ട് ചെയ്യുക, മുതിർന്നവരോട് കൂടിയും അതുപോലെ തന്നെ തരക്കാരെ കുട്ടികളുമായിട്ടും ഒക്കെ കുഞ്ഞുങ്ങൾ ഇന്ററാക്ട് ചെയ്താൽ മാത്രമാണ് അവരുടെ ഓവറോൾ ഡെവലപ്മെന്റ് ബെറ്റർ ആവുകയുള്ളൂ. അപ്പം TV കാണിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഈ ഒരു ഡെവലപ്മെന്റിനെയും സംസാരത്തിനെയും ഒന്നും മെച്ചപ്പെടുത്താൻ പോകുന്നില്ല. അത് തെറ്റായ ഒരു ധാരണ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യവും പറഞ്ഞ് ഈ ഒരു കുഞ്ഞിന്റെ ഒരു സ്പീച്ച് തെറപ്പിയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിനും ലേറ്റ് ആക്കാതെ ഇരിക്കുക. അഞ്ചാമതായിട്ടുള്ളൊരു മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു സ്പീച്ച് പത്തോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതിൽ ഒരു സ്പീച്ച് തെറപ്പി എടുക്കുന്നത് എന്തോ ഒരു കുഞ്ഞിനെ ലേബൽ ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ കുഞ്ഞൊരു സ്പെഷ്യൽ അസിസ്റ്റൻസോ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞിന് സ്പെഷ്യൽ സ്കൂളിലേക്ക് പോകേണ്ട തരത്തിലുള്ള ഒരു കുഞ്ഞായിട്ട് മാറും എന്നൊക്കെയുള്ള ഒരു വളരെ തെറ്റായ ഒരു ധാരണ നമ്മളുടെ ചുറ്റിനുമുള്ള പലരിലും ഉണ്ട്. ആ ഒരു കാരണവും പറഞ്ഞ് കുട്ടികൾക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവാലുവേഷൻ എടുക്കുന്നതിൽ ലേറ്റ് ആക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം പല കാരണങ്ങൾ കൊണ്ടാണ് സംസാരത്തിന് താമസം ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് വളരെ ഒരു ചെറിയ ഒരു ഹെൽപ്പ് മാത്രം മതിയായേക്കാം, അല്ലെങ്കിൽ നമ്മൾ പേരൻസ് ഇപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി, അവരുടെ സ്ട്രാറ്റജി ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പൊ അത് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരാനായിട്ട് ഉറപ്പായിട്ടും ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന് സാധിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണഗതിയിൽ നമുക്കിപ്പോ ഒരു നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് നടത്തും അല്ലെ, നമ്മൾക്ക് ബ്ലഡ് പ്രഷറും ബ്ലഡ് വർക്ക് നമ്മൾ ചെയ്യും. ഒരു 6 months കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ ഒക്കെ നമ്മൾ സാധാരണ രീതിയിൽ പ്രഷറും നമ്മൾ ഷുഗറും ഒക്കെ അങ്ങനത്തെ നോർമൽ ബ്ലഡ് വർക്ക് നമ്മളൊക്കെ ചെയ്ത് നോക്കും. കാര്യം അത് നമ്മൾ ഹെൽത്തി ആണോ എന്നറിയാൻ, ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിന്റെ മൈൽ സ്റ്റോൺസ് കറക്റ്റ് ആണോ, അവർ പ്രായത്തിനൊത്ത് എത്തേണ്ട അല്ലെങ്കിൽ പ്രായത്തിനൊത്ത് ചെയ്യേണ്ട അവരുടെ ഡെവലപ്മെന്റ് നോർമലായിട്ടാണോ നടക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഓരോ പേരന്റിന്റെയും ഉത്തരവാദിത്തമാണ്. അപ്പം ഈ ഒരു ഡിലേ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് കറക്റ്റ് ആണോ, എന്താണ് ഈ ഒരു ഡിലേ വരുത്തുന്നതിനുള്ള കാരണങ്ങൾ, അല്ലെ വേറെ എന്തെങ്കിലും സെക്കൻഡറി ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ ഈ ഒരു ഡിലേ കാണിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു സ്പീച്ച് ലാംഗ്വേജ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഒരു പ്രൊഫഷണലിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് ഈ പറഞ്ഞ മിഥ്യാധാരണകളിൽ നിങ്ങൾ വിശ്വസിക്കാതെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം, അത് ലേറ്റ് ആക്കരുത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നിയേക്കാം, ഓരോ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ അവരുടെ ഒരു സംസാരത്തിന്റെ മൈൽ സ്റ്റോൺസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊരു ബ്രീഫായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ കുറച്ചും കൂടെ ശബ്ദങ്ങൾ കുറച്ചും കൂടെ ഉണ്ടാക്കി തുടങ്ങും. അതുപോലെ
തന്നെ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളോട് നോക്കി സംസാരിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ചിരിയിലൂടെയും ഈ ശബ്ദങ്ങളിലൂടെയൊക്കെ നമ്മളോട് പ്രതികരിക്കും. അപ്പോൾ ആ ഒരു സോഷ്യൽ കണക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു 9 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികള് കുറച്ചും കൂടെ പാപ്പ ബാബ അങ്ങനത്തെ സൗണ്ടുകൾ കുറച്ചും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത് കുറച്ചും കൂടെ തുടങ്ങും. അതുപോലെ തന്നെ നമ്മളിപ്പോ എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ ബൈ ബൈ അങ്ങനെയൊക്കെ നമ്മൾ ടാറ്റ ബൈ ബൈ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഓരോരോ 10 മാസം ഒക്കെ ആവുന്ന സമയത്തേക്ക് അത് മനസ്സിലാക്കി കുറച്ചും കൂടെ കുഞ്ഞുങ്ങൾ തുടങ്ങും. 1 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞു കുറച്ചും കൂടെ അവരുടെ അറ്റൻഷനും നമ്മളോടൊക്കെ ഉള്ള ഒരു പ്രതികരണവും കുറച്ചും കൂടെ ഒക്കെ മെച്ചപ്പെടും. അതുപോലെ തന്നെ അവര് ഇപ്പൊ ഒരു കളിയിലും ഒക്കെ കുറച്ചും കൂടെ അവരുടെ ചേഞ്ചസ് കണ്ടുപിടും. നമ്മളൊരു ഒളിച്ചേ കണ്ടേ അങ്ങനത്തെ കളിയൊക്കെ കളിക്കുമ്പോഴൊക്കെ കുറച്ചും കൂടെ അവരുടെ പ്രതികരണം. അതുപോലെ തന്നെ ഒരു 5 വാക്കുകളൊക്കെ കുഞ്ഞുങ്ങള് കോമൺ ആയിട്ടുള്ള അച്ഛ അമ്മ പാപ്പം ബൈ ബൈ ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമൺ ആയിട്ട് ഒരു 5 വാക്കുകളൊക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞു തുടങ്ങും. മനസ്സിലാക്കുന്നതും കുറച്ചും കൂടെ മെച്ചപ്പെട്ടു തുടങ്ങും. പരിചയമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലുള്ള കോമൺ ആയിട്ട് എന്നും കാണുന്ന ആളുകൾ ഇവരെയൊക്കെ കുറച്ചും കൂടെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് ഈ ഒരു പ്രായത്തിൽ സാധിക്കും. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തെ കുട്ടികൾ ഈ പറഞ്ഞ വാക്കുകൾ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു 50ഓളം വാക്കുകൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു തുടങ്ങും. അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾ ചേർത്ത് പറയാനായിട്ട് ഇപ്പൊ പപ്പ ബൈ ബൈ പാപ്പം വേണം അച്ഛ പോയി ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഒരു ചേർത്ത് പറയുന്നത് കുറച്ചും കൂടെ 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കട്ട് ചെയ്യും. ഈ 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങളോട് നമ്മൾ ബോഡി പാർട്സ് ഒക്കെ ചോദിച്ചാലൊക്കെ അവർ തൊട്ട് കാണിക്കും. ഇത് എവിടെ കണ്ണെവിടെ മൂക്കെവിടെ ഇങ്ങനെയൊക്കെയുള്ള അപ്പം ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി അവരത് പ്രതികരിക്കാനൊക്കെ കുറച്ചും കൂടെ ഈ ഒരു പ്രായത്തില് കുറച്ചും കൂടെ കുട്ടികള് റെസ്പോണ്ട് ചെയ്യും. 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികള് 3 വാക്കുകൾ കുറച്ചും കൂടെ ചേർത്ത് പറയും. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കമാൻഡ്സ് നമ്മൾ പറയുമ്പോഴത്തേക്ക് കുട്ടികൾ അത് കുറച്ചും കൂടെ ചെയ്യാനായിട്ട് അത് മനസ്സിലാക്കി അവർ അതിനോട് റെസ്പോണ്ട് ചെയ്യാനൊക്കെ ഈ ഒരു പ്രായത്തിൽ കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾ കാണിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്താലൊക്കെ അവരത് സോർട്ട് ചെയ്യും. ഓരോ ഏജ് കഴിയുന്നതോറും അവരുടെ പ്ലേയിൽ കുറച്ചും കൂടെ ചേഞ്ചസ് കണ്ടു തുടങ്ങും. അപ്പൊ അവര് കുറച്ചും കൂടെ തനിയെ പ്രിട്ടൻഡ് ചെയ്ത് കുറച്ചുകൂടെ കളിക്കാനായിക്കോട്ടെ കുട്ടികൾ നമ്മളെ അനുകരിച്ച് ഇമിറ്റേഷൻ ഒക്കെ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു പ്രായത്തിൽ കാണുക. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന പോലെ പ്രിട്ടൻഡ് ചെയ്യും. അതുപോലെ ടി വിയിൽ കണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയും പോലെ അനുകരിച്ച് കളിക്കും. ഇപ്പം ഒരു 6 മാസമൊക്കെ ആകുമ്പോഴും കുഞ്ഞുങ്ങൾ ശബ്ദങ്ങളോട് പ്രതികരിക്കുന്നില്ല, മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കളിപ്പിക്കാനൊക്കെ നോക്കുമ്പോൾ അവര് ഒരു പ്രതികരിക്കാത്തൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ 9 മാസമൊക്കെ ആയിട്ടും ഒരു ശബ്ദങ്ങളൊന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ അവരുടെ ഒരു വോക്കൽ പ്ലേ ശബ്ദങ്ങൾ വെച്ചിട്ട് അത് കളിക്കാതിരിക്കുക. ഇപ്പം 1.5 വയസ്സൊക്കെ ആയിട്ടും ഒരു വാക്കും പറയാതിരിക്കുക, ആദ്യത്തെ വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. 2 വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുന്നില്ല, കുട്ടികളുമായിട്ട് കളിക്കുന്നില്ല, അവരൊരു സോഷ്യൽ ഇന്ററാക്ഷൻ കാണിക്കുന്നില്ല, പ്രോപ്പർ സാധാരണ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് പോലെ തന്നെ മോൻ കളിക്കുന്നില്ല എന്ന് തോന്നുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കുഞ്ഞിനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലോ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റിൽ ഇങ്ങനത്തെ ഒരു ഡൗട്ട് ഒരു ഡിലേ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ട ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ടോ ഞങ്ങളെ ഇമെയിൽ ആയിട്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വേറെ എന്തെങ്കിലും പുതിയ ഒരു കുഞ്ഞിന്റെ സ്പീച്ച് തെറപ്പിയോ അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റുമായിട്ടോ ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റിൽ പറയുക. ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്പീച്ച് തെറപ്പി ചൈൽഡ് ഡെവലപ്മെന്റിനെയൊക്കെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ വീഡിയോ ഞങ്ങൾ ഇടുമ്പോൾ നിങ്ങളിലേക്ക് അത് എത്തുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു, ബൈ.